ചൂണ്ടൽ പഞ്ചായത്തിൽ മണലി മേഖലയിൽ പ്രകൃതിദത്ത കുടിവെള്ള സ്രോതസ് ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള മണ്ണെടുപ്പ് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. മണലി തെങ്ങ് പ്രദേശത്തു നിന്നും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ലോറികളിൽ മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്നത് കേച്ചേരി ലോക്കൽ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് തടഞ്ഞത്. പ്രദേശത്തെ റബ്ബർ കർഷകർക്കും മറ്റു കർഷകർക്കും ദോഷകരമാവുന്ന വിധത്തിലാണ് മണ്ണെടുപ്പ് എന്നാരോപിച്ചായിരുന്നു സിപിഐഎം മണ്ണെടുക്കുന്നതിനെതിരെ രംഗത്തെത്തിയത്. നീർച്ചാലുകളും തണ്ണീർത്തടങ്ങളും നശിപ്പിച്ച് നിലവിലുള്ള ഇറിഗേഷൻ കനാൽ ബണ്ടുകൾ നശിപ്പിക്കും വിധത്തിലായിരുന്നു മണ്ണെടുപ്പ്. ഇറിഗേഷൻ കനാൽ ബണ്ടിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നതുവഴി കനാൽ ബണ്ടിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ വാഹനങ്ങൾ പോകുന്നത് തടയണമെന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. അശാസ്ത്രീയമായി യാതൊരു മാനദണ്ഡവും നോക്കാതെ അനധികൃതമായി അംഗീകരിച്ചു നൽകിയ ജിയോളജി പാസ് റദ്ദ് ചെയ്യുന്നതിനും ആർഡിഒയ്ക്കും ജിയോളജിക്കൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെന്ന് നേതാക്കൾ വ്യക്തമാക്കി. മണലി കേച്ചേരി പ്രദേശത്തെ ഏക്കർ കണക്കിന് ഭൂമിയിൽ നിന്ന് പഞ്ചായത്തിലും ജിയോളജി വകുപ്പിലും ബിൽഡിംഗ് പെർമിറ്റിൻ്റെ പേര് പറഞ്ഞ് അനുമതി വാങ്ങി ജിയോളജി വകുപ്പിന് കൈക്കൂലി കൊടുത്ത് മണ്ണെടുക്കാനും നൂറുകണക്കിന് ലോഡുകൾ മണ്ണ് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ജിയോളജി വകുപ്പിന് കൈക്കൂലി കൊടുത്ത് അനുമതി വാങ്ങി ഏക്കർ കണക്കിന് ഭൂമി കുന്നാണ് ഈ പ്രദേശത്ത് ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ മണ്ണിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ കുടിവെള്ള സ്രോതസ്സാണ് 300 കുടുംബങ്ങളെ ബാധിക്കുന്ന കുടിവെള്ള സ്രോതസ്സാണ് ഈ പ്രദേശത്ത് ഇല്ലാതാകുന്നത്. ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായിട്ട് ഇടപെടണം എന്നാണ് സിപിഐഎം കേച്ചേരി ലോക്കൽ കമ്മിറ്റിക്ക് പറയാനുള്ളത്. സിപിഐഎം കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് അംഗങ്ങളായ പ്രജിഷ് TP, സന്ദീപ് PS, കേച്ചേരി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഡേവിസ് മണലി, KS സൈഫുദ്ദീൻ, സച്ചിൻ പ്രകാശ്, VK ഹരിദാസൻ, ഷാഹിർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മണ്ണെടുപ്പ് തടഞ്ഞത്. നിയമാനുസരണം അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലൂടെ മണ്ണെടുപ്പ് തടഞ്ഞതിനെതിരെ സ്ഥല ഉടമകൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.